പ്രിയ പ്രേക്ഷകരെ, രാജ്യതലസ്ഥാനത്ത് നടന്ന ഐതിഹാസികമായ സമരം CJPയുടെ പ്രക്ഷോഭം. ആ പ്രക്ഷോഭം അവസാനിച്ചുവെങ്കിലും അതിന്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CJP മുന്നോട്ട് വെച്ചിരുന്നത് 3 ആവശ്യങ്ങൾ ആയിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വളരെ കൃത്യമായി ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഉത്തരവാദിത്വം ഉള്ള മന്ത്രിയുടെ രാജി. മറ്റൊന്ന് എന്നത് ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിന് ശേഷം നിരവധിയായ കുട്ടികൾ ആത്മഹത്യ ചെയ്തിരുന്നു. ആ ഇരകളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം. അതിലും ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് മാത്രമായിരുന്നില്ല, അതായത് ഡൽഹിയിൽ മാത്രമായിരുന്നില്ല, രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രക്ഷോഭം ആയിരുന്നു ഈ വിഷയത്തിലുണ്ടായത്. ആ കേസുകൾ റദ്ദാക്കണം, തുടർ കേസുകൾ ഉണ്ടാകാൻ പാടില്ല എന്നിവയായിരുന്നു ആവശ്യം. ഇപ്പോഴിതാ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച് ഉറപ്പ് രേഖാമൂലം നൽകണം എന്നാണ് CJP ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി CJPയുടെ പ്രക്ഷോഭത്തിനെതിരെ, അതോടൊപ്പം തന്നെ ഈ നീറ്റ് ചോദ്യപേപ്പർ പരീക്ഷ ആയി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളിൽ ഇപ്പോഴും കേസെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് CJP ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർ പ്രക്ഷോഭങ്ങൾക്ക് തങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന് CJP പറയുന്നു. അതല്ല എങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഉടൻ വ്യക്തത വരുത്തണം. യഥാർത്ഥത്തിൽ ഒരു അന്ത്യശാസനം തന്നെയാണ് CJP കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ, അതായത് രേഖാമൂലം ഈ വിഷയങ്ങളിൽ ഉറപ്പ് നൽകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, സമരം അവസാനിച്ചുവെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഇപ്പോഴും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. സഭാ നടപടികൾ ആരംഭിച്ചൊരിക്കൽ പോലും സഭാ നടപടികൾ പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് പാർലമെന്റിൽ ഈ നിയമ ഭേദഗതി ബില്ലിൽ, പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലിന്മേൽ ചർച്ച നടക്കാൻ പോവുകയാണ്. 6 മണിക്കൂറത്തെ ചർച്ചയാണ് അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം കേന്ദ്ര സർക്കാരിന് വേണ്ടി ആര് മറുപടി നൽകും എന്നതുകൂടി പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. മറ്റൊന്ന് എന്നത് ഈ വിഷയം ഇന്ന് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു എന്നതാണ്. അതായത് ഈ CJPയുടെ പ്രതിഷേധം ആരംഭിച്ച ഘട്ടത്തിലെല്ലാം CJPയുമായി ബന്ധപ്പെട്ട് പൊതുതാൽപര്യ ഹർജി കോടതിക്ക് മുന്നിൽ എത്തിയെങ്കിലും കോടതി അതിനുവേണ്ടി സമയം കണ്ടെത്തിയിരുന്നില്ല. അതും ഒരു പരിധിവരെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കോടതിയും ഈ വിഷയങ്ങൾ വിശദമായി തന്നെ കേൾക്കാൻ പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രാജ്യതലസ്ഥാനം വീണ്ടും ചർച്ചകളിൽ നിറയുന്നു എന്നതാണ് സാഹചര്യം. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് VV വിനോദാണ് ചേരുന്നത്. വിനോദ്, ആദ്യം പാർലമെന്റിൽ പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി ബിൽ ചർച്ചയ്ക്ക് വരികയാണ്. പ്രതിപക്ഷ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് 6 മണിക്കൂർ എന്നതാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ബില്ലിലെ ചർച്ച എന്നതിനപ്പുറത്ത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CJPയുടെ പ്രതിഷേധം, ഇതെല്ലാമായിരിക്കുമല്ലോ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ പോകുന്നത്. അങ്ങനെയൊരു വാക്പോരിന് സമാനമാകുന്ന തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് തന്നെ ആയിരിക്കില്ലേ സഭ കടക്കാൻ പോകുന്നത്? അഭിലാഷ്, തൽക്കാലത്തേക്ക് BJP തടി കഴിച്ചിലാക്കി എന്ന് തന്നെ നമുക്ക് പറയാം. വലിയൊരു വിവാദം അതിൽ നിന്ന് തലയുരുന്ന നിലയിലേക്ക് മന്ത്രിയുടെ രാജിയോടുകൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയില്ല. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിട്ടുമുണ്ട്. ഒരുപക്ഷെ മന്ത്രി രാജിവെച്ചില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ സഭ പ്രക്ഷുബ്ധമാകുമായിരുന്നു എന്നത് മാത്രമല്ല, കൂടുതൽ ബഹളങ്ങളിലേക്ക് പോകും. സഭയ്ക്ക് പുറത്തും എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമായിരുന്നു. അവിടെയാണ് അപ്രതീക്ഷിതമായി BJPയുടെ ഒരു നീക്കമുണ്ടായത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാങ്ങിക്കൊണ്ട് BJP തൽക്കാലത്തേക്ക് പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുന്നു. സമരത്തിൻ്റെ മുനയൊടിഞ്ഞു എന്ന് തന്നെ പറയാൻ കഴിയുന്നൊരു സാഹചര്യമാണ്. ഇനി ഭേദഗതി ബില്ലാണ്. അക്കാര്യത്തിൽ BJP സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ആശങ്കയ്ക്കോ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിനോ ഉള്ള ഒരു സാധ്യതയില്ല. നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റിക്കൊണ്ടുള്ള നടപടിയടക്കം സ്വീകരിച്ചിരുന്നു. ഇതിൽ നിയമത്തിൽ ഭേദഗതിയിൽ എന്താണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന കാര്യവും വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. 10 വർഷം വരെ തടവും 10 കോടി രൂപ പിഴയും, ഇങ്ങനെ ചോദ്യപേപ്പറുകൾ ചോർത്തുന്നത് അടക്കമുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നതെന്ന കാര്യം പ്രധാനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രി സംസാരിക്കുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ കാണുന്ന ഒരു കാര്യം. CJPയെ സംബന്ധിച്ച് അവർ ഉയർത്തിയ ഒരു വിഷയം അത് വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. അഭിജിത് ദീപ്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയും ടൈഫോയിഡ് ബാധിതനായിരുന്നു. ആ ചികിത്സയുമായി ബന്ധപ്പെട്ട തുടർ പ്രക്രിയയുമായി മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു. CJP തുടങ്ങിവെച്ച സമരം ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളും എല്ലാം തന്നെ ഡൽഹിയിൽ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അവിടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു പിന്തുണ കോൺഗ്രസിന് ലഭിച്ചു എന്നതാണ്. അവിടെയും ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്തുകൊണ്ട് കോൺഗ്രസിന് ആദ്യം തന്നെ ഇങ്ങനെ ഒരു സമരം
തുടങ്ങാൻ കഴിഞ്ഞില്ല. CJP പോലെ ഒരു സംഘടന വേണ്ടി വന്നു കോൺഗ്രസിന് ഈ സമരം ഏറ്റെടുക്കേണ്ടി വന്നതിന്. അല്ലെങ്കിൽ കോൺഗ്രസ് ആദ്യം CJPയോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞ ശേഷമാണ് ഈ സമരത്തിന് ഔദ്യോഗികമായ പിന്തുണ പ്രഖ്യാപിച്ചത്. അതായത് കോൺഗ്രസിന് താല്പര്യമില്ലാതിരുന്ന ഒരു വിഷയം പിന്നീട് CJPയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരികയും ഏറ്റവും ഒടുവിൽ അതിൻ്റെ മെച്ചം കോൺഗ്രസ് നേടുന്നു. അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ കേരളത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഏതായിരുന്നാലും കോൺഗ്രസിന് വീണ് കിട്ടിയ ഒരു അവസരം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ മോഡി സർക്കാരിനെ വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോയ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ മോഡി സർക്കാർ എടുത്ത നിലപാട് രാജ്യസ്നേഹം, ദേശസ്നേഹവും യുവാക്കളും, ഈ 2 കാര്യമാണ് സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. മന്ത്രിയുടെ രാജി അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് യുവാക്കൾക്ക് വേണ്ടി അവരുടെ സമരത്തെ മുഖവിലേക്കെടുത്തുകൊണ്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വിനോദ് സൂചിപ്പിക്കുന്ന പോലെ ഒരു പക്ഷേ സഭയ്ക്കകത്ത് ഈ ചർച്ചയോടുകൂടി വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. മാത്രവുമല്ല, അതിശക്തമായൊരു ബില്ലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. എല്ലാ തരത്തിലും മൂക്കുകയറിടാൻ പറ്റുന്ന ഒരു സാഹചര്യം. മാത്രവുമല്ല, BJP പല സംസ്ഥാനങ്ങളിലും, കോൺഗ്രസ് ഭരിച്ച പല സംസ്ഥാനങ്ങളിലും UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പരീക്ഷാ ചോദ്യപേപ്പറിൻ്റെ എണ്ണമടക്കം വിശദീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് മറുപടിയും നൽകാൻ പോകുന്നത്. കാരണം ഇതാദ്യമായല്ല രാജ്യത്ത് ചോദ്യപേപ്പർ ചോരുന്നത്. മാത്രമല്ല, കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് പല സംസ്ഥാനങ്ങളിലും വ്യാപകമായി ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ PSCയുമായി ബന്ധപ്പെട്ട വിഷയം പോലും സഭയിലേക്ക് BJP കൊണ്ടുവന്നാലും അത്ഭുതപ്പെടാൻ ഉണ്ടാകില്ല. അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ CJPയുടെ നിലപാടുണ്ടല്ലോ. CJP അവർ പറയുന്നത് സർക്കാർ ഉറപ്പുകൾ നൽകി, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, പക്ഷേ ഇരകൾക്കുള്ള നഷ്ടപരിഹാരം, അതോടൊപ്പം തന്നെ കേസുകൾ, പല സംസ്ഥാനങ്ങളിലും ഈ പ്രതിഷേധക്കാർക്ക് നേരെ കേസുകൾ നിലനിൽക്കുന്നു. ഇപ്പോഴും കേസുകൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഒരു കൃത്യമായ സ്റ്റാൻഡ് കേന്ദ്ര സർക്കാർ അറിയിക്കണം എന്ന് CJP പറയുന്നുണ്ടല്ലോ വിനോദ്. അഭിലാഷ്, കേസുകളുടെ കാര്യത്തിൽ ബീഹാറും അതോടൊപ്പം തന്നെ അസം, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ എടുത്ത കേസുകളെല്ലാം തന്നെ പിൻവലിച്ചിട്ടുണ്ട്. ഇനി പശ്ചിമ ബംഗാളാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ളത്. പശ്ചിമ ബംഗാളും ഈ കേസുകൾ പിൻവലിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഈ മന്ത്രിതല ചർച്ചയിൽ നടന്ന ഒരു ധാരണ, 2 കാര്യങ്ങളാണ് എഴുതി ഒപ്പിട്ട് നൽകിയത്. അത് മന്ത്രിയുടെ രാജിക്ക് മുൻപ്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് മുൻപ് തന്നെ 2 കാര്യങ്ങളിൽ ഉറപ്പ് നൽകിയിരുന്നു. അതിൽ ഒന്ന് കുട്ടികൾക്കുള്ള നഷ്ടപരിഹാരമാണ്. ആ നഷ്ടപരിഹാരം നൽകുമെന്നതും FIRകൾ പിൻവലിക്കുമെന്നതും. ഇത് രണ്ടും ജിതേന്ദ്ര സിംഗ് അടക്കം JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇരുവരും CJPയുടെ പ്രതിനിധികൾക്ക് നൽകിയ ഉറപ്പാണ് ഈ കേസുകൾ പിൻവലിക്കുമെന്നതും നഷ്ടപരിഹാരം നൽകുമെന്നതും. അതുകൊണ്ട് തന്നെ അതിൽ ഇനിയൊരു ആശയക്കുഴപ്പത്തിൻ്റെ കാര്യമില്ല. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മറ്റ് കാര്യങ്ങളാണ്. നിരവധിയായ കാര്യങ്ങൾ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നഷ്ടപരിഹാരം, FIR പിൻവലിക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റിയത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ 47 പേരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ രാജി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ചില ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ RSS മേധാവി മോഹൻ ഭാഗവതിൻ്റെ ഒരു പ്രസ്താവന വന്നു. ഈ ഓർഡർ ഇടുകയല്ല, കുട്ടികളെ കേൾക്കണം എന്ന തരത്തിലുള്ള ഈ സമരത്തിന് പരോക്ഷമായെങ്കിലും ഒരു പിന്തുണ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നു. പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, താൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ തീർച്ചയായും അതൊരു രാജിയിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ അതിന് നിർബന്ധിതമാവുകയായിരുന്നു. കോൺഗ്രസ് ഈ കാര്യത്തിൽ കൂടുതൽ മൈലേജ് എടുക്കാതിരിക്കാൻ വേണ്ടി കേന്ദ്രമെടുത്ത ഒരു തന്ത്രപരമായ നീക്കം എന്നും BJP അനുകൂലികൾ അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു നിലയുണ്ടായി. ഒപ്പം ഇതാ ഈ ഹർജികൾ വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനോട് എന്ത് സംവിധാനങ്ങളാണ് ഡൽഹി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കി കൊടുത്തത് എന്ന് ചോദിച്ചു. അതേസമയം പോലീസ് ആകട്ടെ പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്ന് മറുപടി നൽകുന്ന പശ്ചാത്തലം. ഇത് നമുക്കറിയാമല്ലോ, ഈ ഒരു മുന്നേറ്റത്തിന്റെ രൂപീകരണ തുടക്കം തന്നെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശമായിരുന്നു എന്നത്. ഇന്ന് വീണ്ടും വിഷയം കോടതിയിലേക്ക് വരുമ്പോൾ ആ വാദങ്ങളിൽ ഇരുവിഭാഗവും ഉറച്ചു നിൽക്കുമെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരുന്നത് വിനോദ്. തീർച്ചയായും ഭരണ സംവിധാനത്തെ മാത്രമല്ല കോടതിയെ പോലും മുൾമുനയിൽ നിർത്തുന്ന തരത്തിലേക്ക് ഈ സമരം മാറിയെന്നാണ് നമുക്കറിയാം. നീതിന്യായ വ്യവസ്ഥ, നീതിപീഠം എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രയും ബഹുമാനത്തോടെ നമ്മുടെ രാജ്യത്ത് കാണുന്ന ഒരു സംവിധാനമാണ്, ജനാധിപത്യത്തിൻ്റെ തൂണുകളിൽ ഒന്നാണ്. പക്ഷേ
അവിടെ നിന്നുണ്ടായ ഒരു പരാമർശം, അതായത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കൂറകളെ പോലെയാണെന്ന് ഒരു പരാമർശം ഉണ്ടാകുന്നു. അത് പിന്നീട് അഭിഭാഷകരെയാണ്, ജോലി ചെയ്യാത്ത അഭിഭാഷകരെ കുറിച്ചാണ് താൻ പറഞ്ഞതെന്ന് ചീഫ് ജസ്റ്റിസ് ഏറ്റവും ഒടുവിൽ മന്ത്രിയുടെ രാജിക്ക് ശേഷമൊക്കെ തിരുത്തിയെങ്കിലും ഇങ്ങനെ ഒരു പരാമർശമാണ് അഭിലാഷ് രാജ്യം കണ്ട ഏറ്റവും വലിയ സമരങ്ങൾ ഒന്നിന് കാരണമായത് എന്ന് പറയാതെ വയ്യ. കാരണം ഈ കോർക്കോർസ് പാർട്ടി അല്ലെങ്കിൽ പാറ്റ പാർട്ടി എന്ന് പറയുന്ന തരത്തിൽ യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. അതിന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഒന്ന് അരാഷ്ട്രീയമാണ്, പലർക്കും പല നിലപാടുകളാണ്, തീവ്രവാദ സ്വഭാവമുള്ളവർ, വിഘടനവാദ സ്വഭാവമുള്ളവർ ഇതിനകത്ത് കടന്നുകൂടി, രാജ്യത്തിന് പുറത്തുനിന്നുള്ളവർ വരുന്നു, പുറത്തുനിന്നുള്ള ഫണ്ടിങ് വരുന്നു, അങ്ങനെ നിരവധിയായ ആരോപണങ്ങളുണ്ടായി. പക്ഷേ ഈ സമരം രാജ്യം കണ്ട പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നായി മാറി എന്നത് വളരെ സത്യമായ കാര്യമാണ്. ഒരു മന്ത്രിയുടെ രാജി, അതും ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത, അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു സമരം. അവിടെയാണ് കോടതിയുടെ പരാമർശം ഇതിന് ഇടവരുത്തിയത്. തീർച്ചയായും വിനോദ് സൂചിപ്പിക്കുന്ന പോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശം പാറ്റകളെ പോലെ എന്ന പരാമർശമായിരുന്നു പിന്നീട് ഈ രാജ്യത്തെ എല്ലാ പാറ്റകളും ഒത്തുചേർന്നാലോ എന്ന ഒരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നേറ്റത്തിന്, ഒരു പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തിയത്. ആ പാർട്ടിയുടെ ആദ്യത്തെ പ്രക്ഷോഭം ആയിരുന്നു നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്രമന്ത്രിയുടെ രാജി. ആ ആവശ്യം കേന്ദ്ര സർക്കാരിന് ദിവസങ്ങൾക്കുള്ളിൽ അംഗീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പാർലമെന്റിൽ നടക്കുന്ന ചർച്ച, CJP മുന്നോട്ട് വയ്ക്കുന്ന മറ്റാവശ്യങ്ങൾ, ഒപ്പം ഈ വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു. അങ്ങനെ രാജ്യ തലസ്ഥാനത്ത് വീണ്ടും ഈ വിഷയം സജീവ ചർച്ചയാവുകയാണ് ഇന്ന്.